ഇന്ന് 79ാമത്തെ സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുകയാണ്. ഈ നല്ല സുദിനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നിങ്ങൾക്കേവർക്കും നേരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷം പങ്കുവയ്ക്കുന്ന ഈ നല്ല പൊൻപുലരി ദൈവം നമുക്ക് തന്നു. നമ്മുടെ ഭാരതത്തിന് ദൈവം സ്വാതന്ത്ര്യം തന്നു. അതിന് പിന്നിൽ അധ്വാനിക്കുവാൻ, അതിന് പിന്നിൽ വില കൊടുക്കുവാൻ മഹാത്മാഗാന്ധിജി പോലെയുള്ളതായ ശ്രേഷ്ഠരായവരെ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചു. നമുക്ക് ഈ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാം. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ബൈബിളിനെ അടിസ്ഥാനമാക്കി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നുവെന്ന് നിങ്ങളോടൊപ്പം അല്പസമയം ചിന്തിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അത് വളരെ ആഴമുള്ള അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്യമാണത്. ചിന്തോദ്ദീപകമായ ഒരു വാക്യമാണത്. നമുക്കറിയാം, 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നാം വസിക്കുന്ന നമ്മുടെ ഇന്ത്യക്ക്, ഈ ഭാരതഭൂമിക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതുവരെയും നമ്മെ അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വിഭവങ്ങളും നമ്മുടേതായ ഈ ഭൂമിയിലുള്ളതായ അനേകം വിശിഷ്ട സാധനങ്ങളും സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ആളുകളെ അടിമത്വത്തിലിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ നാം ആ സ്വാതന്ത്ര്യം ഇന്ന് അനുഭവിക്കുന്നുണ്ടോ? ഈ 2025 നാം ചിന്തിക്കണം. ബൈബിൾ വീണ്ടും പറയുന്നു, പത്രോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം പറയുന്നു, ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നുവെന്ന്. ഏത് കാര്യത്തിലാണോ നാം തോറ്റുപോകുന്നത്, നാം അതിന് അടിമകളായി തീരുകയാണ്. അത് സ്പോണ്ടേനിയസായി നടക്കുന്ന ഒരു കാര്യമാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങളോ മറ്റേതെങ്കിലും അധികാരങ്ങളോ വന്ന് നമ്മെ ഭരണം ചെയ്യണമെന്നില്ല. നാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ തോറ്റുകൊണ്ടിരുന്നാൽ നാം സ്പോണ്ടേനിയസായി അതിൻ്റെ അടിമകളായി തീരുന്നുവെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് അത് വളരെ പ്രായോഗികവും അർത്ഥവത്വമല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ചിന്തിക്കാം, ഒരാൾ പുകവലിച്ച് അതിന് നിർത്താൻ പോലും കഴിയാതെ അതിന് അഡിക്റ്റഡ് ആയി തീരുന്നു. അദ്ദേഹത്തിന് പിന്നെ അത് നിർത്താനേ കഴിയുന്നില്ല. സമയാസമയങ്ങളിൽ അദ്ദേഹത്തിന് പുക വലിച്ചാലേ സാധിക്കൂ. നമുക്കറിയാം, പുക വലിക്കുന്ന സിഗരറ്റിൻ്റെയോ പുകവലിക്കാൻ ഉപയോഗിക്കുന്ന സിഗരറ്റിൻ്റെയോ ബീഡിയുടെയോ കവറിൻ്റെ പുറഭാഗത്ത് എഴുതിയിട്ടുണ്ട്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷെ എന്നിട്ടും ഈ ഒരു 1-2 രൂപയുടെ സിഗരറ്റിന്മേൽ ജയം കിട്ടാതെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. അതൊരു സ്ലേവറിയാണ്, അതൊരു അടിമത്വമാണ്. നാം ഏതിനോട് തോൽക്കുന്നുവോ അതിൻ്റെ അടിമകളാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നാം അഭിമാനിക്കുന്നുവെങ്കിലും മറ്റനേക കാര്യങ്ങളിൽ നാം അടിമത്വത്തിലേക്ക് പോയില്ലേ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നാം ആ സത്യം കണ്ടെത്തിയാലേ നാം അടിമത്വത്തിൽ ഇന്നും കിടക്കുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയമായി സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചുവെങ്കിലും ഇന്ന് അനേക കാര്യങ്ങൾ നാം അടിമത്വത്തിൽ കിടക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ഈ അടിമമുഖം മാറ്റാൻ കഴിവുള്ള ജീവുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ അടിമത്വത്തിൽ നല്ല മോചനം പ്രാപിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മദ്യപാനം, നമുക്കറിയാം, മദ്യപാനം വരുത്തി വയ്ക്കുന്ന വിനകൾ ചെറുതാണോ? അല്ല. കുടുംബങ്ങൾ തകരുന്നു, കുടുംബ ബന്ധങ്ങൾ ഉലയുന്നു, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ അറ്റുപോകുന്നു, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ളതായ സ്നേഹബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു. പോരാ, സ്വന്തം ശരീരത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് എല്ലാം കേടുപാടാണെന്നറിയാം. ക്യാൻസർ മുതലായ മഹാ രോഗങ്ങൾ ഈ പുകവലിയും മദ്യപാനം മൂലം വരുമെന്നറിയാം.
എന്തിന്? നമുക്ക് ഉപദേശം തരുന്ന, ആരോഗ്യകരമായി നമുക്ക് ഉപദേശങ്ങൾ തരുന്ന ചില ഡോക്ടേഴ്സ് പോലും മദ്യപാനത്തിനും പുകവലിക്കും അടിമകളാണെന്ന് പറയുമ്പോൾ സാധാരണക്കാരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, മദ്യത്തിന് അടിമകളായി കഴിയുന്ന അനേകായിരങ്ങളുണ്ട്. സ്വന്തം പണം തീരുന്നു, കുടുംബത്തിൽ അസ്വസ്ഥതകൾ വരുന്നു, വലിയ വലിയ പ്രതിസന്ധികൾ നേരിടുന്നു, കുഞ്ഞുങ്ങളുടെ ഭാവി നശിക്കുന്നു, കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോലും കഴിയാതെ അവർ നെട്ടോട്ടം ഓടുന്നു, അവരുടെ സ്വഭാവത്തിൽ പോലും ദൂഷ്യഫലങ്ങൾ വരുന്നു, അവരുടെ ഭാവി അമ്മാനമാടുകയാണ്. പ്രിയപ്പെട്ടവർ, എത്രയോ കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കൾ മദ്യത്തിന് അടിമകളാണെന്ന് ഉള്ളതുകൊണ്ട് തന്നെ നിരാശപ്പെട്ട് കഴിയുന്നു. ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? ഇതൊരു അടിമത്വമാണ്. മദ്യപാനം ഒരു അടിമത്വമാണ്. മദ്യപാനത്തിന് രക്ഷ നേടാൻ കഴിയുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ കോപത്തിന് അടിമകളായവരുണ്ട്. ഒരു ചെറിയ കാര്യം മതി അവർ കോപിക്കും, ഭയങ്കരമായി കോപിക്കും. അവർ തലമുടി വേണമെങ്കിൽ പിച്ചിപ്പറിക്കും, അവർ കൈ കടിച്ച് മുറിക്കും. ഞാൻ ചിലരെല്ലാം അനുഭവം കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കോപത്തിന് അടിമയാണ്, തിന്മയ്ക്കടിമയാണ്, വ്യഭിചാരത്തിന് അടിമകളായി കഴിയുന്നവരുണ്ട്. അന്യജഡമോഹം. സ്വന്തം ഭാര്യയുണ്ട്, പക്ഷേ അന്യജഡത്തെ മോഹിച്ച് വ്യഭിചാര ആസക്തിയിൽ നടക്കുന്ന അനേകരുണ്ട്. അവരതിന് അടിമയാണ്. ഇങ്ങനെ ഓരോന്നോരോ നോക്കിയാൽ പണത്തിന് അടിമകളായവരുണ്ട്. പണം ഉണ്ടാക്കുന്നത് തെറ്റാണോ? അല്ല, പക്ഷെ അടിമകളായി പോകുന്നു. പണമേ ശരണം, പണം പണം പണം. ആ ചിന്ത അടിമത്വമാണ്, സ്വാതന്ത്ര്യമില്ല. ഊണിലും ഉറക്കത്തിലും എപ്പോഴും ചിന്ത പണം ഉണ്ടാക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. നമുക്കൊരു സ്വാതന്ത്ര്യം വേണം. നമുക്ക് ജോലി ചെയ്യേണ്ടപ്പോൾ ജോലി ചെയ്യണം, പണം ഉണ്ടാക്കേണ്ടത് പണം ഉണ്ടാക്കാം. നമുക്ക് പക്ഷേ ഓരോന്നിനും ഓരോ പ്രയോറിറ്റീസ് ഉണ്ട്. കുടുംബജീവിതത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ജോലിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ആത്മീയ ജീവിതത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒന്നു മാത്രം പോരാ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ പലവിധ വികാരങ്ങൾ ഉള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. എല്ലാത്തിൽ നിന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, സത്യസന്ധമായ വഴിയിലൂടെ, അടിമത്വമില്ലാതെ. ഇന്ന് 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന എൻ്റെ മാന്യ സഹോദരി സഹോദരങ്ങളോട്, ഭാരതീയരായ എൻ്റെ പ്രിയ സഹോദരങ്ങളോട്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് നാം അഭിമാനത്തോടെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയെല്ലാം അടിമത്വത്തിൽ കിടക്കുന്നു? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മറ്റാരിലേക്ക് നോക്കണ്ട. ദൈവം പറയുന്നു, ഏതിനോട് ഒരുവൻ തോൽക്കുന്നുവോ അതിൻ്റെ അടിമകളാണ്. എന്നാൽ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു. 1947 ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതാണ്. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, നമ്മുടെ മതപരമായ വിശ്വാസങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യനോ അവൻ്റെ മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടോ? ഉണ്ടെന്ന് നമുക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ കഴിയില്ല. കാരണം ഇന്ന് നാം പേപ്പറിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും കാണുന്നതായ സംഭവങ്ങൾ, അനേകം പീഡനങ്ങൾ, അനേകം പ്രതിസന്ധികൾ കാണുമ്പോൾ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. നമ്മുടെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമല്ല മനുഷ്യനെ നന്നാക്കുന്നത്, ജീവനുള്ള ദൈവമാണ് മനുഷ്യനെ നന്നാക്കുന്നത്. ദൈവവിശ്വാസം, ദൈവഭയം, ദൈവം എല്ലാം കാണുന്നു എന്നുള്ള ഒരു ചിന്ത, ആ ചിന്ത നമ്മെ അനേക തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കണം. മറ്റുള്ളവർക്ക് ഈ സ്വാതന്ത്ര്യം നാം പങ്കിട്ടു കൊടുക്കുന്നവരാകണം. ഞാൻ സ്വാതന്ത്ര്യം അനുഭവിച്ചു, മറ്റുള്ളവർ അടിമത്തത്തിൽ കിടക്കട്ടെ എന്ന് നാം ചിന്തിക്കരുത്. അത് സ്വാർത്ഥതയാണ്. നമുക്ക് മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം വിളംബരം ചെയ്യാം. അത് ധനികനെന്നോ പാവപ്പെട്ടവനെന്നോ, അത് പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ ഏവർക്കും, ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ളവര്, കൂടെ ജോലി ചെയ്യുന്നവര്, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ അന്നന്നത്തെ അഷ്ടിക്ക് വേണ്ടി പണിയാൻ ജോലിക്ക് വരുന്നവര്, എല്ലാവർക്കും സ്വാതന്ത്ര്യം എല്ലാ മേഖലകളിലും. അത് സാമ്പത്തിക മേഖലകളിൽ, മതപരമായ മേഖലകളിൽ, ആരോഗ്യ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, നമ്മുടെ കൊച്ചു കുടുംബങ്ങളിൽ, അല്ല നമ്മുടെ ഔദ്യോഗിക മേഖലകളിൽ. പോരാ പ്രിയരെ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നാം ഈ സ്വാതന്ത്ര്യം അനുഭവിക്കണം. എങ്കിലേ നാം യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുള്ളൂ. ഒരു മേഖല മാത്രമാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം മാത്രം പോരാ, എല്ലാ മേഖലകളിലും നാം സ്വാതന്ത്ര്യം അനുഭവിക്കണം. പാപത്തിന്മേലുള്ള സ്വാതന്ത്ര്യം നാം അനുഭവിക്കണം. കർത്താവായ യേശുക്രിസ്തു എന്താണ് കാൽവരി ക്രൂശിൽ ചെയ്തത്? അത് അറിയണമെങ്കിൽ നാം എബ്രായ ലേഖനം വായിച്ചാൽ
നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ വായിക്കാൻ കഴിയും, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. യേശുക്രിസ്തു 2000 വർഷം മുമ്പ് കാൽവറിയിൽ ഒരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം, ഒരു പ്രൊക്ലമേഷനാണ് നടത്തിയത്. സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം. ദൈവത്തിന് സ്തോത്രം. ഇത് നാം അനുഭവിക്കുന്നുണ്ടോ? പാപത്തിന്മേലുള്ള സ്വാതന്ത്ര്യം, മരണഭീതിന്മേലുള്ള സ്വാതന്ത്ര്യം, ശാപത്തിന്മേലുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ പരമയാഗത്താൽ നമുക്ക് നേടിത്തന്നതാണ്. അതുകൊണ്ടാണ് ഗലാത്യർക്ക് ലേഖനത്തിൽ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ പ്രിയരെ. ഈ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതായ ഭാരതീയരായ എൻ്റെ സഹോദരി സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ക്രിസ്തു കാൽവറി ക്രൂശിൽ 3 ആണികളിൽ കെട്ടപ്പെട്ടത് നമുക്ക് സ്വാതന്ത്ര്യം തരാനാണ്. ഒരുപക്ഷെ ഒരു വിരോധാഭാസമായി നിങ്ങൾക്ക് തോന്നിയെന്നിരിക്കാം, യേശു കെട്ടപ്പെട്ടവനായതുകൊണ്ട് എനിക്കെങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. അത് വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട്, യേശു ഒരു പാപിയെ പോലെ കാൽവറിയിൽ തൂങ്ങിയത് പാപിയായ എനിക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരാനാണെന്നും, ഒരു ശാപഗ്രസ്തനെ പോലെ യേശു കാൽവറി ക്രൂശിൽ മരണമടഞ്ഞത് എനിക്ക് ശാപത്തിൽ കിടന്ന എനിക്ക് സ്വാതന്ത്ര്യം തരാൻ, ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെ രോഗത്തിൽ നിന്നും യേശു കാൽവറി ക്രൂശിൽ ഏറ്റതായ അടിപ്പിണരുകൾ എനിക്ക് രോഗത്തിൽ നിന്നും സ്വാതന്ത്ര്യം തരാനാണെന്നും വിശ്വസിച്ചുകൊണ്ട് നാം യേശുവിൻ്റെ പാദത്തിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ, യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം അർപ്പിച്ചാൽ, ആ യേശുവിൻ്റെ മക്കളായി നാം തീരും. മക്കളെങ്കിലും അവകാശികളായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം പൂർണ്ണ സ്വാതന്ത്ര്യം, ഒന്നിനും നമ്മെ അടിമപ്പെടുത്താൻ കഴിയാത്ത ആ വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ജീവിതം നമുക്ക് ലഭിക്കട്ടെ പ്രിയരെ. ഇതൊരു സ്വപ്നം മാത്രമാകരുത്, ഇത് യാഥാർത്ഥ്യമാണ്. 4 തലമുറകൾ ജീവിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. ഒരു കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിനും ഒരു നല്ല വസ്ത്രത്തിനും കൊതിച്ചിട്ടുണ്ട് ഞങ്ങൾ. രോഗത്തിന്റെ അടിമകളായ എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ തലമുറക്കാർ 3 4 തലമുറക്കാർ ഭ്രാന്ത് ബാധിച്ചതിന് അടിമത്വത്തിൽ കിടന്നവരാണ്. രോഗത്തിൻ്റെയും പട്ടിണിയുടെയും അങ്ങനെ നിരാശയുടെയും അനേകം ദുരിതക്കയത്തിൽ കിടന്നവരായ ഞങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കാൻ ഇടയായത് മൂലം യേശുക്രിസ്തു സ്വാതന്ത്ര്യം തന്നു. ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവരാണ്, സന്തോഷമുള്ളവരാണ്, ഐക്യമുള്ളവരാണ്. ഞങ്ങൾ യേശു തരുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് സമാധാനമായി ജീവിക്കുന്നു. യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നു. യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുന്നു. ഞാൻ വീണ്ടും നിങ്ങളെല്ലാവരെയും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പേരിൽ വീണ്ടും ഈ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങളുടെ എല്ലാ സ്നേഹവും വന്ദനവും സ്വാതന്ത്ര്യ ദിന ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും നിറപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.